യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒത്തിരിയേറെ സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നോമ്പിൻ്റെ സമാപനത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. എല്ലാവർക്കും തിരുപ്പിറവിയുടെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ലോകം മുഴുവൻ ഒത്തിരിയേറെ കഷ്ടപ്പാടിലൂടെ കടന്നു പോവുകയാണ്. പകർച്ചവ്യാധി, രോഗങ്ങൾ, കുടുംബ തകർച്ചകൾ, അക്രമങ്ങൾ, സമാധാനമില്ല, ജാതികൾ തമ്മിലുള്ള എതിർപ്പ്, രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടം, മതങ്ങൾ തമ്മിലുള്ള കലാപങ്ങൾ. ലോകമെമ്പാടും മനുഷ്യ ഹൃദയങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടു. ജീവനെ പോലും ഭയന്ന് ദിവസങ്ങൾ പിന്നിടുന്ന മനുഷ്യർ. കോവിഡ്-19 ഈ പകർച്ചവ്യാധി മുഴുവൻ മനുഷ്യരിലേക്ക് കടന്നു വന്ന് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു കഴിഞ്ഞു. ഒത്തിരിയേറെ വേദനിക്കുന്ന കുടുംബങ്ങൾ, ഒത്തിരിയേറെ പ്രായമായ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ കോവിഡിന് കീഴടങ്ങി മരണത്തിലൂടെ കടന്നുപോയി. വേദനയും കണ്ണുനീരും സങ്കടങ്ങളും അലമുറയും ഒക്കെ ലോകത്തിൽ ഉയരുകയാണ്. ഒരു വശത്ത് അങ്ങനെ, മറുവശത്ത് അക്രമങ്ങൾ, ബോംബ് സ്ഫോടനങ്ങൾ, കൊലപാതകങ്ങൾ, അബോർഷന്റെ ക്രൂരത മൂലം നിഷ്കളങ്ക ശിശുക്കളുടെ നിലവിളി, സാമ്പത്തിക തകർച്ച, ജോലി നഷ്ടപ്പെട്ടു, മുൻപോട്ടു പോകാൻ ഒരു മാർഗവുമില്ല. ലോകത്തിൽ എവിടേക്ക് നോക്കിയാലും പ്രതിസന്ധിയും പ്രതികൂലങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഏറി വരുന്നത് നമ്മൾ കാണുകയാണ്. 2020 ക്രിസ്തുമസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ ലോകത്തിൽ ജനകോടികൾ ദുരിതത്തിലും വേദനയിലും കണ്ണുനീരിലുമാണ്.
സന്തോഷവും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടു പോയ ഒരു വലിയ ജനതതിയ ലോകത്തിൽ കാണുന്നത്. ഒറ്റ മാർഗമേ ഉള്ളൂ, ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനായി, നാഥനായി, കർത്താവായി, സർവസ്വമായിട്ട് സ്വീകരിക്കുക. അതിലൂടെ നീയും നിന്റെ കുടുംബവും തലമുറകളും അനുഗ്രഹിക്കപ്പെടും. ലൂക്കാ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ദൈവദൂതൻ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. പകലന്തിയോളം ആടുകളെ മേയിച്ച് രാത്രി ആടുകളെ ആലയിലാക്കി ശാന്തമായിട്ടുറങ്ങുന്ന ആട്ടിടയന്മാർ. നിശബ്ദ രാത്രി, മഞ്ഞ് പെയ്യുന്ന രാത്രി, കുളിരുള്ള രാത്രി, ഡിസംബറിന്റെ ആ കടുത്ത മഞ്ഞും തണുപ്പും, ശാന്തമായി ഉറങ്ങുന്ന ആട്ടിടയന്മാരുടെ അടുക്കലേക്ക് സ്വർഗത്തിന്റെ സന്ദേശവുമായിട്ട് ഒരുപറ്റ മാലാഖമാർ ഇറങ്ങി വന്നു. കർത്താവ് ആദ്യമായിട്ട് രക്ഷകൻ പിറന്നു എന്നുള്ള വാർത്ത അറിയിക്കുന്നത് സാധാരണക്കാരായ ഏതാനും ആട്ടിടയന്മാരെയാണ്. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ലൂക്കാ 2-ാം അധ്യായം 10-11 നിങ്ങൾക്കായിട്ടൊരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവിടെ പറയാണ്, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത. സകല ജനത്തിനും വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നത്. ദൈവം മനുഷ്യനായി ജനിച്ചത് സകലർക്കും വേണ്ടിയാ. വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത. ഓരോ മനുഷ്യ വ്യക്തിയുടെ മുൻപിലുള്ള ഏറ്റവും വലിയ സന്തോഷത്തിന്റെ വാർത്ത എന്താ? ക്രിസ്തു നിനക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു. നിന്നെ രക്ഷിക്കാൻ ദൈവം മനുഷ്യനായി പിറന്നിരിക്കുന്നു. ഇതാണ് ലോകത്തിന് ദൈവം നൽകിയ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത. ഹല്ലേലൂയ. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായിട്ട് രക്ഷകൻ ജനിച്ചിരിക്കുന്നു. പുൽത്തൊട്ടിയിൽ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ഹല്ലേലൂയ. ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടതയുടെയും ഒരു ലോകത്തിലേക്ക് രക്ഷകൻ കടന്നു വരികയാണ്. എന്നെയും നിങ്ങളെയും ഉയർത്തുവാൻ, സമാധാനം നൽകുവാൻ, പാപക്ഷമ നൽകുവാൻ, അനുഗ്രഹിക്കുവാൻ രക്ഷകൻ വന്നിരിക്കുന്നു. ശാപങ്ങൾ ഏറ്റെടുക്കുവാൻ, രോഗങ്ങൾ സൗഖ്യമാക്കുവാൻ, സമാധാനവും സന്തോഷവും നൽകുവാൻ രക്ഷകൻ ഇതാ വന്നിരിക്കുന്നു. രക്ഷകൻ പിറന്നിരിക്കുന്നു. ഈ വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത എല്ലാവരെയും അറിയിക്കുവാനുള്ള വലിയ ഒരു ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട്. ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ ക്രിസ്തു നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ ജനനം ഒരു യാദൃച്ഛിക സംഭവമല്ല. നൂറ്റാണ്ടുകളായി ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ, വാഗ്ദാനങ്ങൾ, അതിൻ്റെ പൂർത്തീകരണമായിരുന്നു യേശുവിൻ്റെ ജനനം.
ദൈവം തൻ്റെ പിതാക്കന്മാർക്ക് തൻ്റെ ജനത്തിന് നൽകിയ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം, ആ പൂർത്തീകരണത്തിന് വേണ്ടി രക്ഷകൻ പിറക്കാൻ വേണ്ടി പരിശുദ്ധ മറിയത്തെ പ്രത്യേകമായിട്ട് ദൈവം തെരഞ്ഞെടുത്തു. പരിശുദ്ധ മറിയം ഈ രക്ഷാകര സംഭവത്തിലെ അതിപ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ഉത്ഭവ പാപമില്ലാതെ ജനിച്ചവൾ, അമലോത്ഭവയായിരിക്കുന്നവൾ. ആ മറിയത്തിലൂടെ രക്ഷകൻ ഈ ഭൂമിയിൽ പിറന്നു. മാനവരാശിക്ക് രക്ഷ നൽകുവാൻ, പാപത്തിൽ നിന്ന് വിടുതൽ നൽകുവാൻ, ഒരു മനുഷ്യന് എന്തൊക്കെ വേണോ അതൊക്കെ നൽകുവാൻ, വിമോചനം നൽകുവാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. 2020 ഒത്തിരിയേറെ കഷ്ടതയുടെയും ദുരന്തത്തിൻ്റെയും ഒക്കെ വർഷങ്ങളായിരുന്നു. അനേകം ബിസിനസ്സുകാർ തകർന്നു. എത്രയോ ആത്മഹത്യകൾ, വലിയ സമ്പന്നന്മാർ ജീവിതം ഒടുക്കി. അനേകർക്ക് ജോലി നഷ്ടമായി. സാമ്പത്തിക പ്രതിസന്ധി, കലാപങ്ങൾ, വർഗീയ കലാപങ്ങളൊക്കെ ലോകത്തിൽ നടക്കുന്നു. മതങ്ങൾ തമ്മിലുള്ള പോരാട്ടം, സമാധാനം ഹൃദയങ്ങളിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുക. ഇവിടെയാണ് യേശുവിൻ്റെ ജനനത്തിൻ്റെ പ്രസക്തിയുടെ ആ മഹത്വം നമ്മൾ തിരിച്ചറിയേണ്ടത്. യേശുവിനെ സ്വന്തമാക്കാത്ത വ്യക്തികൾക്കോ കുടുംബത്തിനോ രാജ്യത്തിനോ ഒരിക്കലും സമാധാനമുണ്ടാവത്തില്ല. ലൂക്ക 2:14 ആ ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടു, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൈവകൃപ കൊണ്ട് നാം നിറയണമെങ്കിൽ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്വന്തമാക്കണം. ക്രിസ്തുവിനെ സ്വന്തമാക്കുന്ന വ്യക്തിക്കാണ് ദൈവകൃപയുടെ നിറവ് ലഭിക്കുന്നത്. ദൈവകൃപ ലഭിച്ചവർക്കാണ് അവിടുന്ന് സമാധാനം നൽകുന്നത്. ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഹല്ലേലൂയ. മാനവരാശിയുടെ ഒരേ ഒരു രക്ഷകനായ യേശുവിനെ കുറിച്ച് എല്ലാവരെയും അറിയിക്കുവാൻ നമുക്ക് കഴിയണം. ഈ രക്ഷകന്റെ കരുണയെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, ആ രക്ഷാകര ദൗത്യം എന്താണെന്ന് ലോകത്തെ അറിയിക്കുവാൻ, എല്ലാവരെയും അറിയിക്കാനായിട്ട് നമ്മൾ ഒത്തിരിയേറെ പരിശ്രമം ചെയ്യേണ്ടിയിരിക്കുന്നു. വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു സമൂഹം, ദൈവത്തെ തള്ളിപ്പറയുന്ന നിരീശ്വരവാദത്തിൻ്റെയും സയൻസിൻ്റെയും ഒക്കെ പുറകെ നടക്കുന്ന വലിയൊരു സമൂഹത്തെ നമ്മൾ കാണുന്നുണ്ട്. യുവാക്കന്മാരൊക്കെ ഒത്തിരിയേറെ ദൈവനിഷേധികളായിട്ട് മാറുന്നു. പാപം ചെയ്യാൻ ഒരു മടിയുമില്ലാതെ ജഡത്തിൻ്റെ സുഖങ്ങളും ലോകത്തിൻ്റെ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിൻ്റെ പരക്കം പാച്ചിലേക്ക് അനേകർ കടന്നു പോകുന്ന നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ സങ്കടം. 2020 ഈ ഡിസംബറിൽ നമ്മൾ ക്രിസ്തുമസ് ആഘോഷം വയ്ക്കുമ്പോൾ വേദനിക്കുന്നവരെയും ദരിദ്രരെയും ജോലി നഷ്ടപ്പെട്ടവരെയും തീരാരോഗികളെയും മക്കളില്ലാത്തവരെയും ദാരിദ്ര്യത്തിൻ്റെ പടുകുഴി കിടക്കുന്നവരെയും ഭവനമില്ലാത്തവരെയൊക്കെ നമുക്കോർക്കാം. യേശു ഈ ഭൂമിയിലേക്ക് വന്നു. യേശുവിന് സ്വന്തമായിട്ടൊരു ഭവനമില്ലായിരുന്നു. പുൽത്തൊട്ടില അവിടുന്ന് പിറക്കുന്നത്. ദാരിദ്ര്യത്തിലേക്ക് അവൻ വന്നത്. ദരിദ്രനായിട്ട് തന്നെയാണ് ജീവിച്ചത്. നമുക്ക് കൂടുതൽ ദരിദ്രരോട് കരുണ കാണിക്കാൻ കഴിയണം. തകർന്ന ജീവിതങ്ങളെ പടുത്തുയർത്താൻ വേണ്ടി നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. ദരിദ്രരെ
ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന സഭയുടെ വലിയ കാഴ്ചപ്പാട്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കുന്നുണ്ട്, ദരിദ്രരെ സ്നേഹിക്കണം, അവരോട് കരുണ കാണിക്കണം. സഭയും അത് തന്നെയാണ് പറയുന്നത്, ദരിദ്രരോടുള്ള സ്നേഹം, കരുണ. സഭ ചെയ്യുന്ന കാരുണ്യത്തിൻ്റെ പ്രവൃത്തികൾ എത്ര വലുതാണല്ലേ. വൃദ്ധരായ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരെ ശുശ്രൂഷിക്കുന്ന സന്യസ്തർ, അനാഥ ബാല്യങ്ങളെ, വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്ന സന്യാസിനികൾ. ലോകമെമ്പാടും സഭ കാരുണ്യത്തിൻ്റെ പ്രവൃത്തികൾ നിരന്തരം ചെയ്തുകൊണ്ടായിരിക്കുന്നത്. നമുക്കും കരുണയുടെ മനുഷ്യരായിട്ട് മാറാം, ദരിദ്രരോട് കരുണ കാണിക്കാം, സുവിശേഷത്തിന് സാക്ഷ്യം കൊടുക്കാം. നമ്മൾ പുൽക്കൂട്ടിൽ പിറന്നവനെയാണ് അനുഗമിക്കേണ്ടത്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദരിദ്രർക്ക് ഇടമുണ്ടാവണം. ദരിദ്രരെ നീ ശുശ്രൂഷിക്കുമ്പോൾ യേശുവിനെ തന്നെയാണ് ശുശ്രൂഷിക്കുന്നത്. അത് തിരിച്ചറിയണം. നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ മനോഭാവങ്ങൾ, നമ്മുടെ ചിന്താരീതികൾ, നമ്മുടെ ശൈലികൾ ഒന്ന് മാറുന്നത് നല്ലതാണ്. ആഡംബരത്തിൻ്റെയും പ്രൗഢിയുടെയും ഒക്കെ ആ ജീവിതം വിട്ടുകൊണ്ട് ലാളിത്യത്തിൻ്റെ, എളിമയുടെയൊക്കെ ഒരു ജീവിതം നമുക്ക് സ്വീകരിക്കണം. ക്രിസ്തുമസ് തരുന്ന വലിയൊരു സന്ദേശം അത് തന്നെയാണ്. യൗസേപ്പും മറിയുമൊക്കെ വെറും സാധാരണ മനുഷ്യരായിരുന്നു. അവർ ജീവിച്ചത് യേശുവിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നും ലോകം അവരെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, വണങ്ങുന്നു. ഹല്ലേലൂയ. ഔസേപ്പിനോടും മറിയത്തോടും ചേർന്നുകൊണ്ട് നമുക്ക് യേശുവിനെ ആരാധിക്കാം. പുൽക്കൂട്ടിൽ പിറന്ന യേശുവിനെ കാണുവാനായിട്ട് ആകാശത്തിൽ നക്ഷത്രം കണ്ട് 3 ജ്ഞാനികൾ പുറപ്പെട്ടു. അവരെത്തിച്ചേരുന്നത് ഹെറോദേസിന്റെ രാജകൊട്ടാരത്തിലാണ്. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൽ ജ്ഞാനികളുടെ സന്ദർശനം നമ്മൾ വായിക്കുന്നുണ്ട്. അവർ പറയാണ്, ഹെറോദേസിനോട് പറയാണ്, ആകാശത്തില് ഞങ്ങൾ ഒരു നക്ഷത്രം കണ്ടു, യഹൂദന്മാരുടെ രാജാവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. എവിടെയാണ് ജനിച്ചിരിക്കുന്നത് ഞങ്ങൾക്കറിയത്തില്ല, അവനെ തേടി ഞങ്ങൾ പുറപ്പെട്ടതാണ്. അവർ കണ്ടതൊരു നക്ഷത്രമാണ്, പ്രകാശം പരത്തുന്ന ഒരു നക്ഷത്രം, ആകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രം. പുൽക്കൂട് വരെ ഈ 3 രാജാക്കന്മാരെ, ജ്ഞാനികളെ അവിടേക്ക് നയിച്ചത് ഈ നക്ഷത്രമാണ്. പുൽക്കൂട് വരെ അവിടെ പരിശുദ്ധ മാതാവിനോടും ഔസേപ്പിനോടൊപ്പം ആയിരിക്കുന്ന ഉണ്ണിമിശിഹായുടെ അടുക്കൽ അവരെ എത്തിക്കുന്നതിന് അവരെ നയിച്ച പ്രകാശം ഒരു നക്ഷത്രമാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ പ്രകാശത്തിന് സാക്ഷ്യം കൊടുക്കേണ്ടവരാണ്. നമ്മളായിരിക്കുന്ന ദേശത്ത് നക്ഷത്രം പോലെ വിളങ്ങേണ്ടവരാ ക്രിസ്തുവിന് വേണ്ടി. നമ്മെ കണ്ടുകൊണ്ട് അനേകർ ക്രിസ്തുവിനെ കാണുവാൻ ഇടയാകണം. നമ്മുടെ വിളിയതാ, നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം. പക്ഷെ അതൊക്കെ ഇന്ന് നടക്കുന്നുണ്ടോ? വളരെ അപൂർവം വ്യക്തികളെ കണ്ട് ചിലപ്പം യേശുവിനെ കണ്ടുമുട്ടിയേക്കാം. ഈ 3 ജ്ഞാനികൾ എത്തിച്ചേരുന്നത് ഹെറോദേസിന്റെ അടുക്കലാ. ഹെറോദേസ് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, ഈ ശിശുവിനെ കണ്ടെത്തുമ്പോൾ നിങ്ങൾ എന്നെ അറിയിക്കണം, ഇതിലെ തിരിച്ചു വരണം, എനിക്കും അവനെ പോയി ആരാധിക്കണം. ഈ ഹെറോദേസിന്റെ ഹൃദയം മുഴുവൻ കാപട്യമായിരുന്നു. രാജാവ് ജനിച്ചുവെന്നറിഞ്ഞപ്പോൾ ഹെറോദേസ് മനസ്സെടുത്ത തീരുമാനം എന്താ? ഈ ശിശുവിനെ കൊല്ലാൻ വേണ്ടിയാ തീരുമാനം. അവൻ്റെ ഉള്ളിലെ കാപട്യം, വഞ്ചന.
ഇന്നും എത്രയോ ക്രൈസ്തവർ കാപട്യവും വഞ്ചനയും ആസക്തികളും മ്ലേച്ഛതയും ഒക്കെ നിറഞ്ഞ മനുഷ്യരായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നു. സത്യത്തിനു നേരെ കണ്ണടച്ചിട്ട് കാര്യമില്ല. ഹെരോദോസ് എന്ന വ്യക്തിയുടെ ഹൃദയം ഇന്ന് അനേക ക്രൈസ്തവരുടെ ഹൃദയത്തിന് സാമ്യപ്പെടുന്ന ഹൃദയമാണ്. കാപട്യത്തിൻ്റെയും വഞ്ചനയുടെയും ഹൃദയം. വീണ്ടും ഈ ജ്ഞാനികൾ കൊട്ടാരത്തിൽ നിന്നിറങ്ങി പുറപ്പെട്ടു. മങ്ങിപ്പോയ നക്ഷത്രമിതാ വീണ്ടും അവർക്ക് വെളിച്ചം കൊടുക്കുകയാണ്. ആ നക്ഷത്രത്തെ അവർ കണ്ടു. അവർ ആ നക്ഷത്രം അവർക്ക് വഴികാട്ടിയായി അവരോടൊപ്പം മുൻപിൽ പോയി. അങ്ങനെ അവർ പുൽക്കൂടിന്റെ മുൻപിലെത്തി. അവർ രക്ഷകനെ കണ്ടുമുട്ടുകയാ. ഹല്ലേലൂയ. ആ പുൽക്കൂട്ടിൽ നോക്കിയപ്പോൾ അവർ കാണുന്ന കാഴ്ച മനോഹരമാണ്. മത്തായി സുവിശേഷം 2:11. അവർ അവിടെ പ്രവേശിച്ചു. ശിശുവിൻ്റെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. ഹെരോദോസിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോരുന്ന സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. ഹല്ലേലൂയ. ഈ 3 ജ്ഞാനികൾ യേശുവിനെ കണ്ടുമുട്ടുകയാ. മറിയത്തോടൊപ്പം. അവിടെ ഔസേപ്പ് ഉണ്ട്, അതിനകത്തൊരു തർക്കമില്ല. ഔസേപ്പ് അവിടെയുണ്ട്, മറിയ എവിടെയുണ്ട്. ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. ഈ 3 ജ്ഞാനികൾ യേശുവിനെ ആരാധിച്ചു. ആരോട് ചേർന്ന്? മറിയത്തോട് ചേർന്ന് ആരാധിച്ചു. ഔസേപ്പ് അവിടെയുണ്ട്, ഔസേപ്പിനോട് ചേർന്ന് ആരാധിച്ചു. ദൈവമിതാ മനുഷ്യനായി ഈ ഭൂമിയിൽ പിറന്നിരിക്കുന്നു. ദൈവപുത്രനായ യേശുവിനെ മറിയത്തോടും ഔസേപ്പിനോടും ചേർന്ന് ആരാധിക്കുന്ന 3 ജ്ഞാനികൾ. ഇവിടെയാണ് ഈ രക്ഷാകര പദ്ധതിയിൽ മറിയത്തിനും ഔസേപ്പിനും ഉന്നതമായ സ്ഥാനമുണ്ട്. ഹല്ലേലൂയ. അവരാരാധിച്ചു. യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ 66:23 പറയുന്നുണ്ട്, സാബത്ത് മുതൽ സാബത്ത് വരെ എല്ലാ ജനതകളും എന്നെ വന്ന് ആരാധിക്കും. സാബത്ത് മുതൽ സാബത്ത് വരെ സകല ജനതകളും എന്നെ വന്ന് ആരാധിക്കും. ആരാധനയ്ക്ക് യോഗ്യനായിട്ട് ഒരേ ഒരു വ്യക്തിയുള്ളൂ, യേശു. ദൈവം തന്നെയായ യേശു മാത്രം. എല്ലാവരും യേശുവിനെ ആരാധിക്കണം. നമ്മൾ യേശുവിനെ ആരാധിക്കുമ്പോഴാണ് നമുക്ക് വിടുതൽ കിട്ടുന്നത്. ആരാധിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. ആരാധിക്കുമ്പോഴാണ് നമുക്ക് സൗഖ്യം കിട്ടുന്നത്. ആരാധിക്കുമ്പോഴാണ് സമാധാനം കിട്ടുന്നത്. ആരാധിക്കുമ്പോഴാണ് പൈശാചിക ബന്ധനങ്ങൾ നമ്മളെ വിട്ടുമാറുന്നത്. യേശുവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ദൈവകൃപ നമ്മളിലേക്ക് നിറയുക. നമ്മൾ ആരാധിക്കുന്നത് മറിയത്തോടും ഔസേപ്പിനോടും വിശുദ്ധരോടും രക്തസാക്ഷികളോടും സ്വർഗത്തിലുള്ള സകലരോടും ചേർന്ന നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. ഈ ജ്ഞാനികൾ ആരാധിച്ചു യേശുവിനെ. എന്നിട്ട് പൊന്നും മീറയും കുന്തിരിക്കവും അവർ യേശുവിൻ്റെ മുൻപിൽ കാഴ്ച സമർപ്പിച്ചു. നമ്മുടെ ജീവിതം നമുക്ക് യേശുവിന് കാഴ്ചയായി സമർപ്പിക്കാം. ഈ വലിയ കഷ്ടതയുടെ നാളുകൾ, പകർച്ചവ്യാധിയുടെയും ദുരിതത്തിൻ്റെയും രോഗത്തിൻ്റെയും കഷ്ടപ്പാടുകൾ, കടബാധ്യതകൾ, ജീവിത ഭാരങ്ങൾ, മക്കളില്ല, വീടില്ല, ജോലി നഷ്ടപ്പെട്ടു, എല്ലാ വിധത്തിലും വിഷമങ്ങൾ, എല്ലാ ഭാരങ്ങളും നമുക്ക് യേശുവിൻ്റെ മുൻപിൽ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയോടും യോസേപ്പിനോടും ചേർന്ന് നമുക്ക് യേശുവിനെ ആരാധിക്കാം.
നിന്റെ ജീവിതത്തിൽ സ്വർഗത്തിന്റെ ഒരു വലിയ ഇടപെടലുണ്ടാവും. ലൂക്ക 1:49 ശക്തനായവൻ എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ നിനക്ക് വേണ്ടി ഇടപെടും, നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തു തരും. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. യേശുവിൻ്റെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം, യേശുവിനെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ ജീവിതം നമുക്ക് പൂർണ്ണമായിട്ട് കാഴ്ചയായി സമർപ്പിക്കാം. എല്ലാം പൂർണ്ണമായിട്ട് കർത്താവിനെ സമർപ്പിച്ച് വിട്ടുകൊടുക്കാം. ദൈവദൂതൻ സ്വപ്നത്തിൽ അവർക്ക് നിർദ്ദേശം കൊടുത്തു, ഇനി തിരിച്ച് ഹെറോദേസിൻ്റെ അടുക്കലേക്ക് പോകരുത്, നിങ്ങൾ മറ്റൊരു വഴിക്ക് തിരിച്ചു പോവുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യേശുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ യേശുവിൻ്റെ വഴിയിലൂടെ നമ്മൾ നടക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും നാളും നടന്നത് ഒരുപക്ഷെ പാപത്തിൻ്റെയും തിന്മയുടെയും അശുദ്ധിയുടെയും ഒക്കെ വഴിയില്ല. യേശുവിനെ കണ്ടുമുട്ടിയാൽ അവയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് യേശു കാണിച്ചു തരുന്ന വഴിയെ നമ്മൾ നടക്കണം. ഇവിടെ 3 ജ്ഞാനികൾ യേശുവിനെ കണ്ടുമുട്ടി ആരാധിച്ചു. അവർ മറ്റൊരു വഴിക്ക് തിരിച്ച് അവിടെ ദേശത്തേക്ക് പോയി. ഹല്ലേലൂയ. മറ്റൊരു വഴിക്ക് അവർ തിരിച്ച് അവിടെ ദേശത്തേക്ക് പോയി. യേശുവിനെ കണ്ടുമുട്ടി അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ മാറ്റം സംഭവിക്കുന്നത് ഉറപ്പാ. യേശുവിനെ കണ്ടുമുട്ടിയാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവും. യേശുവിനെ സ്വന്തമാക്കിയാൽ പിന്നീട് നമ്മുടെ ജീവിതം ഒരു പുതുജീവിതമാണ്, നവീകരിക്കപ്പെട്ട പുതുജീവിതം, ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ജീവിതം, ക്രിസ്തുവിനെ ആരാധിക്കുന്ന ജീവിതം, ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന, ക്രിസ്തുവിന് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ വരും. യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ വ്യക്തി ക്രിസ്തുവിൻ്റെ പാതയിലുള്ള മാത്രമേ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് നല്ലൊരു തീരുമാനമെടുക്കാം. ഞാൻ എൻ്റെ യേശുവിനെ ആരാധിക്കും. എൻ്റെ ജീവൻ കൊടുത്തും ഞാൻ അവൻ കാണിച്ചു തന്ന വഴികളിലൂടെ നടക്കും. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ഒരു ക്രിസ്തുമസ്. ലോകം നേരിടുന്ന ഈ വലിയ ദുരിതം, അതിൽ നിന്നൊരു മോചനം കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ, യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.